കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സുമിത്രയുടെ ഇന്നത്തെ കഥയിലേക്ക് പോയാലോ? അങ്ങനെതാ നമ്മുടെ സുമിത്ര സച്ചിന്റെ വീട്ടിലെത്തി. സച്ചിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. സച്ചിനെ ശീതളും സ്വരമോളും ഇങ്ങോട്ട് വന്നോന്ന് ചോദിക്കുമ്പം സച്ചിൻ അവരെ കണ്ടിട്ടേ ഇല്ലാത്ത രീതിയിൽ സുമിത്രയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പം സുമിത്രയ്ക്ക് ഇവന്റെ പെരുമാറ്റത്തിലും രീതികളിലും ഒക്കെ ചെറിയ സംശയമൊക്കെ തോന്നിയിട്ട് സുമിത്ര ആ ഒരു സംശയഭാവത്തോടു കൂടി സച്ചിനെ നോക്കുമ്പം ഈശ്വര, ഇനി ഇവർക്കെങ്ങാനും കാര്യങ്ങൾ പിടികിട്ടിയോ എന്നുള്ള ഒരു പേടി നമ്മുടെ സച്ചിൻ ഉണ്ടാകുകയാണ്. അപ്പൊ സച്ചിൻ പറയുന്നുണ്ട്, ആന്റി, ഞാൻ 2 ദിവസം മുന്നേ ശീതളിനെ വിളിച്ചായിരുന്നു, പക്ഷെ അവള് ഫോൺ എടുത്തില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ശീതളിനെ ഒന്ന് വിളിച്ചു നോക്കാന്നും പറഞ്ഞ് സച്ചിൻ ശീതളിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന സമയം ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പറയുമ്പോഴത്തേക്കിനും, അയ്യോ ആന്റി, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ, എന്ത് പറ്റിയതാണ്, എന്താണ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും ആന്റി, ഇവിടെ അവള് വന്നിട്ടില്ല എന്നും പറഞ്ഞ് സുമിത്രയെ പറഞ്ഞയക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ സുമിത്ര പറയുന്നുണ്ട്, എനിക്ക് സംശയമുണ്ട് അവൾ എവിടെയോ പോയിട്ടുണ്ടെന്ന്. എന്തായാലും അവള് വരട്ടെ എന്ന് വിചാരിച്ച് സുമിത്ര അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുക. അപ്പം സച്ചിനാണെങ്കിലോ, ആന്റി, എന്നാ ആന്റിയെ ഞാൻ വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാം, ഞാൻ ദാ ഇപ്പൊ പുറത്തേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു എന്നും പറഞ്ഞ് സുമിത്രയെ യാത്രയാക്കാനായിട്ട് താൻ വരാമെന്നും ഒക്കെ പറഞ്ഞ് സച്ചിൻ ദാസ് സുമിത്രയ്ക്ക് പിന്നാലെ ചെല്ലുകയാണ്. അപ്പൊ സുമിത്ര പറയുന്നുണ്ട്, വേണ്ട സച്ചിൻ, ഞാൻ എന്തായാലും ഇനി നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സച്ചിന് ചെറിയൊരു പേടിയായി. സച്ചിനാണെങ്കിൽ എന്നാ ആന്റി പോയിക്കോളൂ എന്നും പറഞ്ഞ് അവൻ അകത്തേക്ക് പോയി അവിടെ പോയിട്ട് ഒരു സമാധാനവും ഇല്ലാതെ സച്ചിൻ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. അപ്പൊ ആ സമയം വീട്ടിൽ നിന്നും വെളിയിലിറങ്ങി ആ ഗേറ്റ് കടക്കുന്ന സമയത്ത് സുമിത്ര ഇങ്ങനെ ആലോചിക്കുകയാണ്, എനിക്ക് നല്ല വിശ്വാസമുണ്ട് സ്വരമോളും അതുപോലെ തന്നെ ശീതളും ഇവന്റെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കുമെന്ന്. എങ്ങനെയാണ് അവരെ ഒന്ന് കണ്ടെത്തുക എന്ന് ആലോചിച്ച് സുമിത്ര നമ്മുടെ പൂജയെ വിളിക്കുക. അപ്പൊ പൂജയാണെങ്കിൽ ഓഫീസിൽ കുറച്ചധികം തിരക്കുകളിലൊക്കെ നിൽക്കുകയാണ്. അവളെ വിളിക്കുന്ന സമയത്ത് അവൾ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, എന്താ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, മോളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാ അമ്മ വിളിച്ചത്. ദേ മോളെ, നമ്മുടെ ശീതളും അതുപോലെ സ്വരമോളും കൂടി പർച്ചേസിങ്ങിനെന്നും പറഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. ഇത്രയും സമയമായിട്ട് അവർ മടങ്ങി വന്നിട്ടില്ല. അനന്യാണെങ്കിൽ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് ബലമായ സംശയം സച്ചിൻ ശീതളിനെയും സ്വരമോളെയും ഒളിപ്പിച്ചോ എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞതും പൂജയാണെങ്കിൽ, അമ്മ ഇപ്പൊ എവിടെയാ ഉള്ളത്? മോളെ, ഞാൻ സച്ചിന്റെ വീട്ടുമുറ്റത്തുണ്ട്. പക്ഷെ സച്ചിൻ ഒന്നും അറിയാത്തതുപോലെയാണ് എന്നോട് പെരുമാറുന്നത്. എനിക്ക് പേടിയാവുന്നുണ്ട്, എന്റെ മോൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ട് എന്ന് പറയുമ്പോൾ, അമ്മ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാനും പറഞ്ഞ് പൂജ കോള് കട്ട് ചെയ്തു. പിന്നീടാണെങ്കിലോ നമ്മുടെ അനന്യയെ കാണിക്കുകയാണ്. അനന്യ അനിരുദ്ധ വീട്ടിൽ വന്ന പാടെ തന്നെ അനിയോട് കാര്യങ്ങളൊക്കെ പറയാണ്. അനി, ഇത്രയും സമയമായി ശീതളും അതുപോലെ സ്വരമോളും ഈ വീട്ടിൽ നിന്ന് പോയിട്ട് ശീതളിന്റെ ഫോൺ വരെ അതാ സ്വിച്ച് ഓഫ് ആണ്. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നിനക്കൊരു ടെൻഷനും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ടെൻഷനൊക്കെ ഉണ്ട്, എന്റെ വിഷമമൊക്കെ ഞാൻ ഇങ്ങനെ പുറത്ത് കാണിക്കാതിരുന്നിട്ടാണ്, എനിക്കും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു സമാധാനം ഉള്ളത് എന്താന്ന് വെച്ചാല് ശീതളാണല്ലോ കൊച്ചിനെ കൊണ്ടുപോയത്. അപ്പം ശീതളുമായിട്ട് പോയതായതുകൊണ്ട് സന്ധ്യക്ക് മുന്നേ അവര് മടങ്ങി വരും, നീ ഒന്നാ സമാധാനപ്പെടാൻ ഇനി എന്ന് പറഞ്ഞതും അനന്യക്ക് ദേഷ്യം വന്നു. അതെ, എന്റെ മോളാണ് കാണാതായിരിക്കുന്നത്, ഞാൻ അപ്പോഴേ പറഞ്ഞതാ ശീതളിന്റെ കൂടെ കൊച്ചിനെ വിടണ്ടാന്ന്. അപ്പം ഇങ്ങനെയൊക്കെ സംസാരിച്ച് ഇവര് നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സരസ്വതി അമ്മ ഇതിന് വട്ടം പിടിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഈശ്വര, ഇതിപ്പോ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയാണല്ലോ. അനന്യ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇനി അനന്യയും അനിരുദ്ധും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എങ്ങാനും പോയാൽ പിന്നെ തീർന്നു, താനും പെടും. ഇതിനൊക്കെ കൂട്ടുനിന്നതും ഇതിനൊക്കെ കാരണക്കാരിയായിട്ടുള്ള താനാണല്ലോ എന്നുള്ള ഒരു ടെൻഷൻ നമ്മുടെ സരസ്വതി അമ്മയ്ക്കുണ്ട്. അപ്പൊ സരസ്വതി അമ്മ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അനന്യാണെങ്കിലോ, എനിതേ നീ വന്നാലും ശരി ഇല്ലേലും ശരി, ഞാൻ ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാന്നും പറഞ്ഞ് അനന്യ ധൃതി കൂട്ടുന്ന സമയത്ത് അനിരുദ്ധ പറയുന്നുണ്ട്, നീ അവിടെ നിൽക്ക്, അമ്മയും കുഞ്ഞിനെ അന്വേഷിച്ചു പോയിട്ടുണ്ടല്ലോ, അമ്മയെ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് അനിരുദ്ധ സുമിത്രയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ എന്നാ എന്തേലും ആയിക്കോട്ടെ, നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോവാന്നും പറഞ്ഞ് അവര് രണ്ടുപേരും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ പങ്കജിനോടൊപ്പം പൂജത സച്ചിന്റെ വീട്ടുമുറ്റത്തെത്തി. അപ്പം സച്ചിനും അതുപോലെ തന്നെ നമ്മുടെ ശീതളും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഏകദേശം നമ്മുടെ പൂജ പറഞ്ഞ്
പങ്കജിനും അറിയാവുന്നതാണ്. അപ്പൊ പങ്കജിനോട് സുമിത്ര ചോദിക്കുന്നുണ്ട്, മോനെ നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യുക, നമ്മൾ അങ്ങ് കയറി ചെന്ന് കഴിഞ്ഞാൽ അവൻ കൊച്ചിനെയും അതുപോലെ ശീതളിനെയും ഒക്കെ അപായപ്പെടുത്തിയാലോ എന്നുള്ളൊരു പേടി അമ്മയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അമ്മ അങ്ങ് കയറി ചെല്ലാതെ ഇവിടെ തന്നെ നിന്നത് എന്നും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പൂജയോടും പങ്കജിനോടും പറയുമ്പം ആന്റി ഒന്നുകൊണ്ടും ആലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട കേട്ടോ. ദേ ഇവിടുത്തെ SI എൻ്റെ ഒരു ഫ്രണ്ടാണ്, പുള്ളിക്കാരനെ വിളിച്ച് ഞാൻ കാര്യങ്ങൾ സംസാരിക്കാന്നും പറഞ്ഞ് പങ്കജ് ഫോൺ എടുക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിൽ അനന്യയും അനിരുദ്ധും കൂടി സ്റ്റേഷനിലെത്തി ആ പോലീസുകാരനെ കണ്ട് തന്റെ മകള് മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കിനും പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, അല്ല കൊച്ച് പോയിട്ട് എത്ര സമയമായി? അവള് രാവിലെ പോയതാണ് സാറ്, ഇത്രയും സമയമായിട്ട് ഒരു വിവരവും ഇല്ല. ആരുടെ കൂടെയാണ് പോയതെന്നും എന്തിനാണ് പോയതെന്നും ഒക്കെ ചോദിക്കുന്ന പോലീസുകാരോട് അനന്യ പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്? അതെ, നിങ്ങൾ ആദ്യം ഈ സ്ത്രീയോടൊന്നും മിണ്ടാതിരിക്കാൻ പറയുമോന്നും ചോദിച്ച് അനിരുദ്ധിനോട് ദേഷ്യപ്പെടുകയാണ് ആ പോലീസ്. അപ്പൊ അനിരുദ്ധ് പറയുന്നുണ്ട്, അനന്യ സാറ് പറയുന്ന കാര്യങ്ങളൊക്കെ കേക്ക്, നീ കുറച്ചു സമയം ഒന്നും മിണ്ടാതെ ഇരിക്കെന്ന് പറയുമ്പോൾ ഏതേ എന്റെ കുഞ്ഞാണ് പോയത്, എനിക്ക് നല്ല വിഷമം ഉണ്ടെന്നും പറഞ്ഞ് അനന്യ ദേഷ്യപ്പെടുന്ന ആ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ നാത്തൂരും തമ്മിൽ എന്തെങ്കിലും വിഷയം ഉണ്ടോ എന്ന് പോലീസുകാരൻ ചോദിക്കുകയാണ്. അതെ, ഞാനും എന്റെ നാത്തൂരും തമ്മിലുള്ള വിഷയമല്ലല്ലോ ഇവിടുത്തെ സംസാരം, എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി, എനിക്കത് കണ്ടുപിടിക്കണം. നിങ്ങളൊന്ന് അടങ്ങൂ, നിങ്ങൾക്ക് ഇത്ര കണ്ട് ധൃതിയാണെങ്കിൽ നിങ്ങൾ തന്നെ അന്വേഷിക്കേണ്ടി വരും. ഇതൊരു സാധാരണ പോലീസ് സ്റ്റേഷനാ, ഇവിടെ നിങ്ങളുടെ കേസുകൾ മാത്രമല്ല വരുന്നത്, ഇവിടെ ഒരുപാട് കേസുകൾ വരും. അതെല്ലാം ഞങ്ങൾക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുമാണ്. ഇപ്പൊ കൊച്ചു പോയിരിക്കുന്നത് നിങ്ങളുടെ നാത്തൂനോടൊപ്പമാണല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ അവര് വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയി അങ്ങനെ നടക്കുമ്പോൾ ഫോണിന്റെ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോയതായിരിക്കും. അല്ലാതെ ഇതിനൊക്കെ കിടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം. ഇന്ന് വൈകിട്ട് കൊച്ചും അവളും വന്നില്ലെങ്കിൽ മാത്രം ഞങ്ങൾ അന്വേഷിച്ചിറങ്ങാന്നും പറഞ്ഞു പോലീസുകാർ അവരെ പറഞ്ഞു വിടുമ്പോൾ അനന്യക്ക് ദേഷ്യം വന്നു. അനന്യയാണെങ്കിൽ തന്നെക്കാളും ഉയർന്ന പോലീസുകാരുണ്ടാവുമല്ലോ, അവരെ കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് വെല്ലുവിളിച്ച് ഇറങ്ങുകയാണ്. അപ്പൊ ഈ സമയമാണ് നമ്മുടെ പങ്കജ സാറിനെ വിളിക്കുന്നത്. പങ്കജിന്റെ കോള് കണ്ടതും ആ പങ്കജ് പറയൂ എന്നും പറഞ്ഞ് സാറ് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ പങ്കജ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ സാറിന്റെ അടുത്ത് സംസാരിച്ചു. അങ്ങനെ നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ പങ്കജും പൂജയും കൂടി വണ്ടിയെടുത്ത് എങ്ങോട്ടോ പോകുന്നതായിട്ട് നമ്മളെ കാണിക്കുകയാണ്. പിന്നീടാണെങ്കിലോ അനന്യക്ക് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഇനി എന്ത് ചെയ്യും? ഉള്ള സമാധാനം മുഴുവനും ശീതളായിട്ട് നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്നും പറഞ്ഞ് അവള് തലക്ക് കൈകൊടുത്തിരിക്കുന്ന ആ സമയം നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ഈശ്വര ഇവര് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയിരിക്കുന്നത്, കാര്യങ്ങളൊക്കെ സച്ചിനെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമാകും, ശീതളിനെ വിളിക്കണോ സച്ചിനെ വിളിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മുടെ സരസ്വതി അമ്മ നിൽക്കുമ്പോൾ സച്ചിനെ തന്നെ വിളിക്കാം, അവനാണല്ലോ എന്തായാലും ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്നും പറഞ്ഞ് സച്ചിന്റെ ഫോണിലേക്ക് നിർത്താതെ വിളിക്കുക. അപ്പൊ സച്ചിനാണെങ്കിൽ സരസ്വതിയമ്മയുടെ കോള് വരുന്നതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇവൻ അറ്റൻഡ് ചെയ്യാതെ കട്ട് ചെയ്ത് വിടുമ്പോഴത്തേക്കിനും ഈ സാധനം പിടിച്ചവൻ ഇവൻ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ കാണിച്ചാൽ മതിയല്ലോ എന്നും പറഞ്ഞ് സരസ്വതി ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ തുടർച്ചയായിട്ടുള്ള സരസ്വതി അമ്മയുടെ കോളുകാർ വരുന്ന ആ ഒരു സമയത്ത് നമ്മുടെ സച്ചിൻ ഫോൺ എടുക്കുകയാണ്. സച്ചിൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിന്റെ കേടാണെന്ന് ചോദിച്ചതും ആഹാ ഇപ്പൊ നീ അങ്ങനെയൊക്കെ ആയല്ലേ വർത്താനം പറയുന്നത്, ശീതൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ നിന്നെ വിളിച്ചു പറഞ്ഞപ്പോ നിനക്ക് എന്ത് സ്നേഹമായിരുന്നു, നീ മര്യാദക്ക് സ്വരമോളെയും ശീതളിനെയും ഈ വീട്ടിൽ കൊണ്ടുവന്ന് ആക്കെന്ന് പറയുമ്പോൾ അതെ അത് ഞാൻ തീരുമാനിച്ചോളാം, അത് നിങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞ് സച്ചിൻ സരസ്വതി അമ്മയോട് ദേഷ്യപ്പെടുമ്പോൾ നീ തീരുമാനിച്ചോ, നീ തീരുമാനിക്കാൻ വൈകി കഴിഞ്ഞാൽ വേറെ ചില ആൾക്കാർ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അനന്യയും അനിരുദ്ധും കൂടി കുഞ്ഞിനെ കാണാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ പോയിരിക്കുകയാണ് സച്ചിനെ, അതുകൊണ്ട് മര്യാദക്ക് ശീതളിനെയും അതുപോലെ സ്വരമോളെയും ഈ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നതായിരിക്കും നിന്റെ ആരോഗ്യസ്ഥിതിക്ക് നല്ലതെന്ന് പറഞ്ഞ് സരസ്വതി ഫോൺ കട്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മുടെ സച്ചിന് ടെൻഷനായി. ഇനിയിപ്പോ എന്ത് ചെയ്യും? താൻ വിചാരിച്ചില്ല ഇത്ര കണ്ട കാര്യങ്ങൾ വഷളാകുമെന്ന്. പക്ഷെ തന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല നടക്കുന്നതെന്ന് മനസ്സിലായി സച്ചിൻ നേരെ ശീതളിനെയും സ്വരമോളെയും പൂട്ടിയിട്ടിരിക്കുന്ന ആ റൂമിലേക്ക് പോവുക. അപ്പൊ സ്വരമോളാണെങ്കിലോ ആ ഡോറിന്റെ ലോക്കിൽ പിടിച്ച് ഇങ്ങനെ കളിക്കുക കേട്ടോ. ആന്റി ഇത്രയും സമയമായിട്ടും അങ്കിള് നമ്മളെ കണ്ടുപിടിച്ചില്ലല്ലോ, അപ്പൊ നമ്മളല്ലേ ജയിച്ചെന്ന് പറഞ്ഞ് കൊച്ചിങ്ങനെ സന്തോഷത്തിൽ നിൽക്കുന്ന സമയം ശീതള് പറയുന്നുണ്ട്, മോളെ ഒരുപാട് സമയമായി, ഇനിയും നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, നമുക്ക് വീട്ടിലേക്ക് പോകണ്ടേ, മോളുടെ മമ്മിയും മുത്തശ്ശിയും ഒക്കെ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും എന്നും പറഞ്ഞ് ശീതള് കാര്യങ്ങൾ കൊച്ചിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കൊച്ചു പറയുന്നുണ്ട്, ആൻഡ് ഇച്ചിരി സമയം കൂടി ഞാനൊന്ന് കളിച്ചോട്ടെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ, അങ്കിളാണെങ്കിൽ നല്ല കൂട്ടാണ് എന്നൊക്കെ പറഞ്ഞ് സ്വരമോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ സച്ചിൻ ആ വാതിൽ തുറന്ന് അകത്ത് കയറുകയാണ്.
സച്ചിനെ കണ്ട പാടെ നമ്മുടെ ശീതൾ ചാടി എഴുന്നേറ്റു. ശീതളിന് പേടിയാണ് സച്ചിനെ. അപ്പം സച്ചിൻ പറയുന്നുണ്ട്, അതെ ഞാൻ ഒരു കാര്യം ചെയ്യാം, സ്വരമോളുടെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സ്വരയെ ഞാൻ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം. ശീതളെ അതുവരെ നീ ഈ വീട്ടിലുണ്ടാവണമെന്ന് പറയുമ്പോൾ ശീതൾ സമ്മതിക്കുന്നില്ല. ശീതൾ പറയാണ്, അങ്ങനെ പറഞ്ഞ പറ്റില്ല, എനിക്ക് സ്വരമോളുടെ ഒപ്പം വീട്ടിലേക്ക് പോകണമെന്നും പറഞ്ഞ് ശീതൾ വാശി പിടിക്കുമ്പോൾ സച്ചിൻ അവന്റെ ആ ഒരു ഭാവം അങ്ങ് മാറ്റുകയാണ്. അങ്ങനെ സൈക്കോ ആയിട്ടുള്ള സച്ചിന്റെ കീഴിൽ നമ്മുടെ ശീതളും സ്വരമോളും അങ്ങനെ നിൽക്കുക. ഇപ്പുറത്താണെങ്കിലോ സുമിത്രയും അതുപോലെ തന്നെ പങ്കജും പൂജയും കൂടി സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ കൊച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമല്ലോ. ഇവന്റെ കയ്യിൽ നിന്നും ഇവന്റെ ഭാഗത്ത് നിന്നും എന്ത് പ്രവൃത്തിയാണോ ഉണ്ടാകുന്നതെന്ന് ആർക്കും തന്നെ പ്രവചിക്കാനും സാധിക്കില്ല. അതൊക്കെ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. നമ്മുടെ സരസ്വതി അമ്മയുടെ തലയ്ക്ക് ഒരു കൊട്ട് കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്തായാലും നമ്മുടെ സരസ്വതി അമ്മയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ഒരു നല്ല വിശേഷം തന്നെയാണ്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്